ഹലോ, വെൽക്കം ടു നിഷാന്ത് മേനൻ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 20 ഇന്ത്യയിലെ ഇന്ന് ഫസ്റ്റ് സെയിലാണ് ഐഫോണിൻ്റെ. അപ്പം നമ്മൾ നന്ദുവിൻ്റെ കൂടെ അവൻ്റെ ഐഫോൺ 16 Pro എടുക്കാൻ വേണ്ടി മൈജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധനം മേടിച്ചുകൊണ്ട് വന്ന് ഇവൻ്റെ വീട്ടിൽ വന്നിട്ടാണ് നമ്മൾ അൺബോക്സ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് മൈജി ചെന്നിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നോക്കാം. അപ്പോൾ ആ കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോണേ. നമ്മൾ മൈജി ഫ്യൂച്ചർ തൊടുപുഴയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം 8:30 മുമ്പ് എത്താൻ പറഞ്ഞത്, ഇപ്പം സമയം 9 ആവാറായി. ഫസ്റ്റ് സെയിലാന്നൊക്കെയാ പറഞ്ഞത്. നമുക്ക് ഏതായാലും പോയി നോക്കാം. ഫസ്റ്റ് സെയിലുണ്ടാ നോക്കാം. തിരക്ക് ഇപ്പം വലിയ വണ്ടികളൊന്നും ഇല്ല. നോക്കാം ഏതായാലും. ഇപ്പം ഐഫോൺ എടുക്കണമല്ലോ, ഇപ്പോൾ വരുള്ളൂ എന്നായാലും. നോക്കിയിട്ട് വരാം. മാല പണയം വെക്കാൻ പോണോ? ആധാരം എടുത്തിട്ടുണ്ടോ? നമുക്ക് കയറാം. അപ്പോൾ അതേ സാധനം നമ്മുടെ കൈ കെട്ടിയേക്കണം. കാണിച്ചേ, ഇത് തന്നെയാണോടാ? ആണോ? നാച്ചുറൽ ടൈറ്റാനിയം 16 Pro. ഇപ്പം Pro Max പ്രാവശ്യം എടുക്കണല്ലോ അല്ലേ? ഇപ്പം ഏതായാലും യൂസ് ചെയ്യുന്നത് 14 Pro Max അല്ലേ? നേരെ പ്രോയിലേക്ക് വെറുതെ നോക്കല്ലേ. ഈ ഫോണൊക്കെ എടുത്ത് തുറന്നു നോക്കാം. എന്ത് മേടിക്കടേ? ഇത് മേടിച്ചാൽ പോലെ നിങ്ങൾക്ക് തുറന്നോ? ഒരു ഷോ കാണിക്കാന്നല്ലേ? പക്ഷെ ഇത് ഫ്ലിപ്പ് 6 വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു അല്ലേ? അത്യാവശ്യം റിവ്യൂ പറയണില്ല ആൾക്കാർ. സാംസങ് അല്ലേ പൊന്നെ? ഒരു ആപ്പിൾ ഫോൺ എടുക്കാൻ വരുമ്പോൾ സാംസങ്ങിനെ കുറ്റം പറയൂ, സ്വാഭാവികം. എന്തായാലും എനിക്കത് ഇഷ്ടമായിരുന്നു. എന്ന് പറഞ്ഞാൽ എടുക്കണം എപ്പോഴേലും. നല്ല ഹാൻഡിയാ സാധനം. ഇതിങ്ങനെയൊക്കെ പിടിച്ച് ക്യാമറ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് വെച്ചടവേ പണിയായോ? ഇല്ല, ഇതന്നെ ഫോൾഡോ? ലാലേട്ടൻ്റെ കയ്യിലേക്ക് ഉള്ളത് ഇതല്ലേ? വർക്കാവുന്നില്ല. വർക്കായി കൊള്ളാം. പോസ്റ്റ് ആയിരിക്കുന്നു ഗേൾസ്. വല്ലതും നടക്കുമോ? ഇപ്പം സ്റ്റിൽ വെയിറ്റിങ്ങിലാണ്. സാധനം ഇതുവരെയായിട്ടും സെറ്റായിട്ടില്ല. കാത്തിരിക്കുക ഒരുത്താൻ. കിട്ടിയിട്ട് നമ്മുടെ വീട്ടിൽ പോയിട്ടല്ല അൺബോക്സ് ചെയ്യണുള്ളൂ. ഇവിടെ വെച്ച് നമ്മൾ അൺബോക്സ് ചെയ്യാനില്ല. അപ്പം ഇവിടെ ലൈറ്റിങ്ങും സെറ്റപ്പൊന്നും ഉണ്ടാവില്ല. നമുക്ക് വീട്ടിൽ പോയിട്ട് അൺബോക്സ് ചെയ്യാനാണ് വിചാരിച്ചത്. അങ്ങനെ പേയ്മെൻ്റ് എല്ലാം കഴിഞ്ഞു. അതൊരു കൈവാർത്ത ചടങ്ങാണ് അല്ലേ? സാധനം കൈമാറൂ. കിഴക്കോ നോക്കണോ? അടിപൊളി. സന്തോഷമായില്ലേ? വീട്ടിൽ നിന്ന് അൺബോക്സ് ചെയ്തോ? ഓക്കെ, ഇറങ്ങി പോയാലോ? സാധനം കിട്ടിയോ? ബില്ല് കിട്ടിയില്ലല്ലോ. മാല വളയം വെച്ചില്ല. വണ്ടി എടുക്കണോ? നീ എടുത്തോളോ? എന്നാ അപ്പോൾ സാധനമൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് അൺബോക്സ് ചെയ്യാമെന്നാണ് ഓർത്തേണ്. വീട്ടിൽ പോയിട്ട് നമുക്ക് അൺബോക്സിങ് ചടങ്ങുകളും പൂർത്തീകരിക്കാം. സാധനം കൈ കിട്ടിയിട്ടുണ്ട്. 16 Pro. കളർ ഏതാ? നാച്ചുറൽ ടൈറ്റാനിയം 512 GB. 1,50,000 49,900 രൂപ. വാവ്, ഹാപ്പി. അപ്പോൾ നമുക്ക് മൈജിയോട് വില പറഞ്ഞ് വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ സാധനം മേടിച്ചുകൊണ്ട് ഇവൻ്റെ വീട്ടിലേക്ക് എത്തി. ഒന്ന് കയറി. ഇനിയിപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതാണ് അവൻ്റെ വീട്. കഴിഞ്ഞ ദിവസം മാന വ്ളോഗിലൊക്കെ കണ്ടിട്ടുള്ള വീടല്ലേ? അത് തന്നെ. അൺബോക്സ് ചെയ്യാൻ പോലെ. ഓ, നല്ല ചെടികളൊക്കെ ആയിട്ട്. ഇവന് ഓൾറെഡി ഒരു ഗാർഡനൊക്കെ ഉണ്ടല്ലോ. റോയൽ ഗാർഡൻ എന്ന് പറഞ്ഞൊരു തൊടുപുഴ ഒരു നഴ്സറിയൊക്കെ ഉണ്ട്. അപ്പോൾ വീട് മൊത്തം ചെടികൾ വെച്ച് ഇവൻ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പുല്ലൊക്കെ വെച്ച് നല്ല ഭംഗിയല്ലേ കാണാൻ? എവിടെ വെച്ചാണോ അൺബോക്സ് ചെയ്യാൻ? എവിടെ വെച്ചാണോ? പച്ചപ്പിൻ്റെ ഇതില്ല. വൗ, ഇതെന്നാ പുതിയ ചെടി? ഇതെന്നാ ചെടിയാ? വാവ്, നല്ല രസമുള്ളതാണ്. ഇത് ഹൈറ്റ് പോലും അതോ? അപ്പം ഇങ്ങനത്തോടെ ചെടികൾ വേണമെങ്കിൽ ഇവനെ കോണ്ടാക്ട് ചെയ്യുക അല്ലേ? ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇവൻ്റെ കടയുടെ നമ്പറൊക്കെ എഴുതി കൊടുത്തേക്കാം. ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ചെടികൾ വെക്കുന്നില്ലേ മുകളിലൊക്കെ?
ആഹാ ഇതാരാ അതാ എന്നാടാ നിനക്ക് 16 Pro കളിക്കാൻ? പോന്നു ടോമോ? ഇത് വന്നത് കയറിയതാണോ അതോ? ഹായ് ഹായ് ഹായ്. ഓ എന്നാ സ്നേഹ, നിന്നെയാണോ ഏറ്റവും ഇഷ്ടം? ഫുഡെല്ലാം കൊടുക്കണേ നീയാണോ ഡേ? ആണോ? അൺബോക്സ് ചെയ്യാൻ പോണ. കമോൺ പൊളിക്കുക. ഏറ്റവും മനോഹരമായ ചടങ്ങ് അല്ലടാ? ഒന്ന് പോയി രണ്ട് പോയി സാധനം പുറത്ത് തരട്ടെ. വാവ്, എല്ലാ പ്രാവശ്യം ബ്ലാക്ക് അല്ല എടുത്തോണ്ടിരുന്നത്, ഇപ്രാവശ്യം മാറ്റി പിടിച്ചല്ലേ? വാവ്, വാവ്, അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. സൂപ്പർ. വാ വൈഫൈ കണക്ട് ചെയ്യണമായിരിക്കും അല്ലേ? വൈഫൈ ഉണ്ടല്ലോ ഇവിടെ. നല്ല ഭംഗിയുണ്ടല്ലേ ഇത്. 15 പോലെ തന്നെയാണോ? സൈഡൊക്കെ ബാക്കിയെല്ലാം സെയിം ആണ്, സ്വിച്ചസ് ഒക്കെ കൂടുതലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇതാണ് ക്യാമറ, മറ്റേ ക്യാമറ കണ്ടോ? വാ പിന്നെ ആക്ഷൻ ബട്ടൺ പിന്നെ 15 തൊട്ട് വന്നു. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ടെക് ചാനൽസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് പറയും. നമ്മൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ, ജസ്റ്റ് ചെറിയൊരു അൺബോക്സിങ് അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഇനി കാണാം, നമുക്ക് അകത്ത് പോയി എടുക്കാം. ഇതിപ്പം 2ാം നിലയിലേക്ക് അവൻ്റെ മുറിയിലേക്ക് ഒഴിക്കാനുള്ള ചെടികൾ നോക്കി. ഞാൻ പറഞ്ഞില്ലേ മൊത്തം ചെടികളാണ്. ഇത് ഭംഗിയല്ലേ കാണാൻ? ഈ ഇടയ്ക്ക് പുതുക്കി പണിതേ ഉള്ളൂ. എവിടെ? ഫുൾ ആപ്പിൾ പ്രൊഡക്ട്സ് ആണല്ലോ. മാക് ബുക്ക് ഇതും ലേറ്റസ്റ്റ് ആണ്, കുറച്ചായുള്ളൂ എടുത്തിട്ട്. വാവ്, വൈഫൈ കണക്ട് ചെയ്തേക്കണോ? ബാക്കപ്പ് ഉണ്ടോ? ബാക്കപ്പ് ഇട്ടിട്ടില്ല, ഇടണം. ഭയങ്കര എന്നാ ഫിനിഷ് അല്ലേ? നമ്മൾ അങ്ങനെ 15 Pro ആയാലും എൻ്റെ അതിൻ്റെ 15 Pro ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ബട്ടൺ മാത്രമേ ഈ സൈഡിൽ മാറ്റുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? ആക്ഷൻ ബട്ടൺ മറ്റേതിൽ 15 Proയ്ക്കും ഇല്ലേ? ഇത് നമുക്ക് ഓണാക്കിയിട്ട് നോക്കാം. ബോക്സിൽ പണ്ടത്തെ പോലെ തന്നെ കേബിളും പിന്നും ഇതൊക്കെ തന്നെ ഉള്ളൂ. സാധാ കേബിളല്ല, നമുക്ക് 15 തൊട്ട് തന്ന് കിട്ടിക്കൊണ്ടിരുന്ന കേബിള്. പിന്നെ വേറെ എന്താ? ഇതെന്താ സംഭവം? സ്റ്റിക്കർ ഇല്ലല്ലേ? ഓ, ജസ്റ്റ് ചുമ്മാ യൂസർ ഇതേ ഉള്ളൂ. ട്രാൻസ്ഫർ ഇപ്പം കൊടുക്കണ്ട. ട്രാൻസ്ഫർ ഇപ്പം കൊടുത്താൽ കുറേ ടൈം എടുക്കും. പിന്നെ കൊടുക്കാൻ പറ്റില്ലോ അല്ലേ? എനിക്കറിയില്ല. ആക്ഷൻ ബട്ടൺ പൊളി. അത് നമുക്ക് കൺട്രോൾ ചെയ്യാമല്ലോ അല്ലേ? ക്യാമറ കൺട്രോള് അതൊക്കെ പിന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. വെൽക്കം ടു iPhone. ഓപ്പൺ ചെയ്തോ? എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിരുന്നു. നമ്മുടെ മെയിൻ സാധനം ഫോൺ വന്നല്ലോ. ട്രാൻസ്ഫർ ആയോ? അപ്പോൾ ഈ സിമ്മാ എന്നാ കാര്യം എനിക്കറിയില്ല. രണ്ട് ഫോണിലും കോൾ വരുന്നുണ്ട്. എൻ്റെ ഏജിനകത്ത് എടുക്കും. ഹലോ, ആദ്യത്തെ ഞാൻ വീട്ടിലളിയാ. ഫസ്റ്റ് കോൾ അളിയൻ്റെയാ. അതെ വെച്ചടി ഒരു വെച്ചടി രാവിലെ. ഫസ്റ്റ് കോൾ ഞാൻ എന്നാ വിളിച്ചേക്കാം. ഞാൻ വിളിക്കാം ഒരു ക്യാമറ എടുത്തു നോക്കാം. ക്യാമറ ആണല്ലോ മെയിൻ. ഇതാണ് ക്യാമറ ബട്ടൺ. അത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതാവും അല്ലേ? വ്ളോഗ് എടുക്കണവർക്കൊക്കെ നല്ല സുഖമായിരിക്കുമല്ലോ. സൂം ചെയ്ത് നോക്കി അതിൻ്റെ അകത്ത് മറ്റേ അതിൻ്റെ അകത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മുകളിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സൂം ആവുന്നില്ല പറഞ്ഞു. അത് ഇനി അത് എനേബിൾ ചെയ്യണമായിരിക്കും അല്ലേ? ഓക്കെ. എന്തൊരു സൂം പോകുന്നു നോക്കി ഫുൾ അടിച്ച്. അത്ര സൂം പോവും? 25 വൈഡ് അടിച്ച് നോക്കിയാ നമുക്ക് പുറത്തേക്ക് പോകാം. പുറത്തേക്ക് പോയി നോക്കാം. ഇങ്ങോട്ടേക്ക് വാ. ഇവിടെ ചെടി പുറത്തുണ്ടല്ലോ, നമുക്ക് നേച്ചറായിട്ട് നോക്കാം. ബ്രൈറ്റ്നസ് ഇത് വൈഡ്.
സൂം ചെയ്ത് നോക്കി. ഇതിലാ ആ അതെങ്ങനെ പരിപാടി പഠിച്ചു പഠിച്ചു പറ്റേ ഉള്ളൂ. ആ ഇങ്ങനെ ഓക്കെ ഓക്കെ ഓക്കെ. ഓ അങ്ങനെ സൂം ചെയ്ത് നോക്കി കേട്ടോ. 25x കണ്ട് വരെ പോലെ അമ്പോ ഓപ്റ്റിക്കലാ. ഒരു 10 വരെ മാന്യമായിട്ടുള്ള സൂമിങ്ങാ. വൈഡ് കാണിച്ചു. നല്ല ക്ലാരിറ്റി ഉണ്ടല്ലേ? 48 MB ഉണ്ടല്ലേ? അതെ അതെ. ഓ നമ്മളൊക്കെ ഏറ്റവും വലിയൊരു വെല്ലുവിളി വൈഡായിരുന്നു. വൈഡ് നമുക്ക് ഒട്ടും ക്ലാരിറ്റി ഇല്ല. ഇതിപ്പം കണ്ടോ, ഞാനിപ്പം 15ലാണ് ഷൂട്ട് ചെയ്യണത്. ഇപ്പം കണ്ടല്ലോ വൈഡ് കണ്ട് ഇടുമ്പോൾ കണ്ടോ ഭയങ്കരമായിട്ട് നമുക്ക് ക്ലാരിറ്റി ഡ്രെയിൻ ഔട്ടായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് 16 പ്രോയ്ക്കും 16 ഒന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? 48 MB. ഓ ഇതില് സിനിമാറ്റിക്കില്ലേ നമുക്ക് വൈഡ് ഇടാം. ക്ലാരിറ്റി സിനിമാറ്റിക്കിൽ സൂം മാറ്റാം. ആണോ? സിനിമാറ്റിക്കിൽ വൈഡ് ഇടാൻ പറ്റില്ല. 1 വരെ ഇടാൻ പറ്റില്ല അല്ലേ? സിനിമാറ്റിക്കിൽ 1 പറ്റില്ലല്ലോ. ആ ഇല്ലല്ല. പിന്നെ സിനിമാറ്റിക്കിൽ 2 ഇടാം. അതല്ലേ ഇടായതല്ലോ. എനിക്ക് പറ്റില്ലായിരുന്നു. 14 പറ്റില്ലായിരുന്നു. പറ്റില്ലോ? ആ എനിക്കുണ്ടായിരുന്നു. രസമുണ്ട്. സെൽഫി എടുത്തേ. ഓക്കെ. ഓ ചെറിയൊരു ചെറിയൊരു ഫോഴ്സ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓ കൊള്ളാം കൊള്ളാം. ആ 18 വരെ പോകില്ല വീഡിയോയിൽ. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പം iOS 18 ഒരു ഫീച്ചർ ഉണ്ട്. അതിപ്പോൾ 16 പ്രോയ്ക്ക് മാത്രമല്ല 15 ഉണ്ടെന്ന് എനിക്ക് തോന്നണേ. നമുക്ക് ലൈറ്റിന്റെ വിഡ്ത്ത് കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാം അല്ലേ? ഒന്ന് കാണിച്ചാൽ. ഓ വാവ് വാവ്. അത് നല്ലൊരു ഇതല്ലേ ടോർച്ചിന്റെ? അടിപൊളി. ശരി ടോർച്ച് പോലെ തന്നെ. അത് ഓൾറെഡി 15 പ്രോയ്ക്കും എല്ലാം പറ്റുന്നു തോന്നുന്നു. പ്രോയ്ക്ക് iOS 18 വന്ന് അപ്ഗ്രേഡ് ചെയ്തത്. 15 പറ്റില്ല. പ്രോ തൊട്ടുള്ള സീരീസിനൊക്കെ പറ്റും. ഓഹോ വാവ്. എനിക്ക് ക്യാമറയുടെ ആ ഒരു സ്വിച്ച് നമുക്ക് വ്ളോഗ് എടുക്കുമ്പോഴൊക്കെ നല്ല സുഖമായിരിക്കും അല്ലേ? പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് എടുക്കുമ്പോൾ സൂപ്പർ. ഇനി സൂം ചെയ്യാൻ പറ്റുമോ? ഫ്രണ്ടിൽ നോക്കി സൂം ചെയ്യാൻ പറ്റുമോ? ഓ എന്നെ ക്ലാരിറ്റി അല്ലേ? സൈഡ് കാണിച്ച സൈഡ് മറ്റേ സൈഡ്. അങ്ങനെ ഐഫോൺ അൺബോക്സ് ഒക്കെ ചെയ്തു. സന്തോഷമായില്ലേ? അതൊരു പ്രയത്തിലായാലും ഫോൺ കിട്ടിയപ്പോൾ ഒരു സന്തോഷം അല്ലേ? അടിപൊളി. ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് കളികളൊക്കെ പഠിക്കണമല്ലേ? ട്രാൻസ്ഫർ ചെയ്യണം ഡേറ്റാസ്. കുറേ പണിയുണ്ട്. നല്ല പണിയുണ്ട്. അപ്പം പരിപാടി കഴിഞ്ഞില്ലേ? പോകട്ടെ. അപ്പം ഞാൻ വീട്ടിലേക്ക് പോകണം. അപ്പം അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.